രണ്ടുപേരാണല്ലോ ഏറ്റവും അവസാനം വരെ രംഗത്തുണ്ടായിരുന്നത്. അതില് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടന്നുടനെ തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം താൻ അംഗീകരിക്കുന്നുവെന്നും ശ്രീ VD സതീശനെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിനും സർവ്വവിധ പിന്തുണയും അദ്ദേഹം കൊടുക്കുന്നുവെന്നും വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. ഈ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ക്ലെയിം ഉണ്ടായിരുന്നു. അതൊരു തെരുവിലേക്ക് ഒരു വലിയ പ്രതിഷേധവും സമരവും ഒക്കെ ആയിട്ട് മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷെ അതിനുശേഷം ഒടുവിൽ ഒരു തീരുമാനം വന്നു. ഇത് ഒരു ഗ്രൂപ്പ് പോരിലേക്ക് പോകുന്നുള്ളൊരു ആശങ്ക താങ്കളെപ്പോലുള്ളവർക്കുണ്ടോ? അങ്ങനെയുള്ള ഒരു ആശങ്കയിലേക്ക് പോയാൽ ഒരു വലിയ നിരാശയായിരിക്കില്ലേ കോൺഗ്രസിന്റെ 10 കൊല്ലത്തിന് ശേഷം വരുന്ന ഒരു ഭരണത്തിനുണ്ടാവുക? അല്ലെ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രണ്ടുപേരാണല്ലോ ഏറ്റവും അവസാനം വരെ രംഗത്തുണ്ടായിരുന്നത്. അതില് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടന്നുടനെ തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം താൻ അംഗീകരിക്കുന്നുവെന്നും ശ്രീ VD സതീശനെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിനും സർവ്വവിധ പിന്തുണയും അദ്ദേഹം കൊടുക്കുന്നുവെന്നും വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. അത് ആത്മാർത്ഥമായ ഒരു സ്വരമാണ് KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്തെങ്കിലും നമ്മൾ ദോഷൈകതർക്കായി കാണേണ്ട കാര്യമില്ലല്ലോ. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവസാനം വരെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്തപ്പോൾ അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂറ്, വിധേയത്വം, പ്രതിബദ്ധത പാർട്ടിയോടാണ്. ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കാൻ അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല. ഈ താങ്കൾ പറഞ്ഞ രണ്ടുപേരായിരുന്നു അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടായിരുന്നതെന്ന്. അതൊന്ന് KC വേണുഗോപാലും VD സതീശനും ആയാൽ ചെന്നിത്തല അതിനു മുമ്പ് തന്നെ ആ റൈസിൽ നിന്ന് പോയിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. 3 പേരാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അവസാന നിമിഷം വരെ അദ്ദേഹവും ഉണ്ടെന്ന് കൂട്ടിക്കും. സ്വാഭാവികമായിട്ടും ഈ താങ്കൾ പറഞ്ഞു ഇങ്ങനെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ KC വേണുഗോപാൽ ഒരു അഭിനന്ദനം അപ്പോൾ തന്നെ അറിയിച്ചു. പക്ഷേ രമേശിന് ഒരു ദിവസത്തിലധികം വേണ്ടി വന്നു അങ്ങനെ ഒരു അഭിനന്ദനം അറിയിക്കാൻ. അപ്പൊ ഈ ഒരു ഡിലേ അതൊരു ഡിലേ അല്ലേ? ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ശൈലിയിൽ ഹൈക്കമാൻഡ് പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വികാരം പരസ്യമായി അദ്ദേഹം പ്രകടിപ്പിച്ചു. അതൊരു നല്ല തുടക്കമാണ്. അതേസമയം രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെതായ സമയമെടുത്തിട്ടാണ് പ്രതികരിച്ചത്. ഓരോരുത്തരുടെയും ഓരോ ശൈലിയുണ്ട്. ആ ശൈലി ഒന്നും ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല.